എല്ലാവരും ഡ്രസ്സ് എടുത്തു, ഞാൻ മാത്രം ഡ്രസ്സ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലാകെ അയനക്കുട്ടി ബഹളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അയനക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് കൊട്ടിയം സിംലായിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീട് കൊട്ടിയത്തിനടുത്തായതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സിംലായിലെത്തും കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമ്മൾ നടന്ന് സിംലയുടെ അകത്തേക്ക് പോയി. 3ാമത്തെ നിലയിലായിരുന്നു കേട്ടോ അയനക്കുട്ടിക്കുള്ള ഡ്രസ്സ്. ബാഗി പാൻറ്റ് വേണമെന്ന് ഒരേ വാശിയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡും അതാണല്ലോ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ പല കളറുകളാണ് കേട്ടോ. ഒരു സൈസിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ സിംലായിലോട്ട് പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം അയനക്കുട്ടിക്ക് ലൈറ്റ് കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ട. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവൾ അത് എടുത്തില്ല കേട്ടോ. അവസാനം ഒരു പാൻറ്റ് അവൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അവസാനം ഇട്ടൊക്കെ നോക്കി സൈസെല്ലാം പക്കയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി ബില്ലടിക്കാൻ കൊടുത്തു കേട്ടോ. ചെറിയ നിക്കറുകൾ കണ്ടോ, അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അയനക്കുട്ടി ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. അങ്ങനെ അതും ബില്ലടിച്ചിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉടുപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഒരുപാട് ഉടുപ്പും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. വിലയും വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഉടുപ്പെല്ലാം നോക്കി അയനക്കുട്ടിക്ക് ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ്. ഞാൻ വേറൊരു ഉടുപ്പ് പറഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അവൾ മുഖം അങ്ങനെ വെക്കുന്നത്. നമുക്ക് ഇത് മതിയെന്നാണ് പറഞ്ഞത്. ഈ ബ്ലാക്ക് ഉടുപ്പിട്ടപ്പോൾ അവൾക്ക് അത് ചെറുത്, അതുകൊണ്ട് അത് എടുത്തില്ല. അങ്ങനെ ഒരു ഉടുപ്പ് ഒരു പാൻറ്റും എടുത്തു. അതും ബില്ലടിച്ചു. അവിടുന്ന് നേരെ ഫാൻസി സെക്ഷനിലോട്ട് പോയിട്ടോ. സിംലായിൽ വന്ന കളർ ബുക്ക് മേടിക്കാതെ അവൾ പോകത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കളർ ബുക്ക് വാങ്ങിച്ചു 40 രൂപ കേട്ടോ. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് സിംലയുടെ ബാക്ക് വശത്തായിട്ട് ജ്യൂസ് കടയുണ്ട് കേട്ടോ. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അവസാനം ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് മടങ്ങിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. സന്ധ്യ ആയിട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.